എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ നെഞ്ചിലേക്ക് ഒരു ഇടിത്തീ പോലെയാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ 140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയം തകർത്ത പാകിസ്ഥാന്റെ ഇതിഹാസ നായകൻ സർഫറാസ് അഹമ്മദ് അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യൻ ടീമിനെയും ഇന്ത്യക്കാരുടെ വികാരമായ ഇതിഹാസ താരങ്ങളെയും കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ഏതൊരു ഇന്ത്യക്കാരനും രോമാഞ്ചത്തോടെ അറിയാതെ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു പോകും. ആവേശവും അമ്പരപ്പും നിറയുന്ന ആ തീപ്പൊരി വാക്കുകളിലേക്ക് കടക്കുന്നതിനു മുൻപ് അദ്ദേഹത്തിന്റെ ഇതിഹാസതുല്യമായ കരിയറിലൂടെ ഒന്ന് കണ്ണോടിക്കാം. പാകിസ്ഥാൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച പോരാളികളിലൊരാളായ സർഫറാസ് 54 ടെസ്റ്റുകളിലും 117 ഏകദിനങ്ങളിലും 61 T20 പോരാട്ടങ്ങളിലുമാണ് തന്റെ രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞത്. 6 സുന്ദരമായ സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 6164 റൺസാണ് ആ ബാറ്റിൽ നിന്നും പിറന്നത്. ബാറ്റിംഗിനപ്പുറം വിക്കറ്റിനു പിന്നിലെ അദ്ദേഹത്തിന്റെ പരുന്തിൻ കണ്ണുകളും മിന്നൽ വേഗത്തിലുള്ള റിഫ്ലക്സുകളും ലോകത്തെ പലപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. 315 ക്യാച്ചുകളും 56 സ്റ്റംപിങ്ങുകളുമാണ് ആ ഗ്ലൗസുകളിൽ ഭദ്രമായത്. നായകൻ എന്ന നിലയിലും സർഫറാസിന്റെ കണക്കുകൾ ആരെയും അസൂയപ്പെടുത്തുന്നതാണ്. 3 ഫോർമാറ്റുകളിലുമായി കൃത്യം 100 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പാകിസ്ഥാനെ നയിച്ച അദ്ദേഹത്തിന്റെ കരിയറിലെ പൊൻതുവൽ ഇന്ത്യയെ വീഴ്ത്തി നേടിയ 2017 ചാമ്പ്യൻസ് ട്രോഫി തന്നെയാണ്. പാകിസ്ഥാനി T20 റാങ്കിങ്ങിൽ ലോക 1-ാം സ്ഥാനത്തെത്തിച്ചതും ഇന്നത്തെ സൂപ്പർ താരങ്ങളായ ബാബർ അസം, ഫഖർ സമാൻ, ഹസൻ അലി, ഷാഹിൻ ഷാ അഫ്രീദി, ഷദാബ് ഖാൻ എന്നിവരെ ലോകോത്തര മാച്ച് വിന്നർമാരായി വളർത്തിയെടുത്തതും തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി അദ്ദേഹം എടുത്തു പറയുന്നു. 2023 ഡിസംബറിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അദ്ദേഹം അവസാനമായി പാക് കുപ്പായം അണിഞ്ഞത്. കഴിഞ്ഞ വർഷം നവംബർ മുതൽ പാകിസ്ഥാൻ അണ്ടർ-19 ടീമിന്റെ പരിശീലകനായി ഭാവി താരങ്ങളെ വാർത്തെടുക്കുന്ന തിരക്കിലാണിപ്പോൾ അദ്ദേഹം. വിരമിക്കൽ വേളയിൽ അതിവൈകാരികമായാണ് അദ്ദേഹം സംസാരിച്ചത്. 2006 അണ്ടർ-19 ലോകകപ്പ് നേടിക്കൊടുത്തതു മുതൽ 2017 ചാമ്പ്യൻസ് ട്രോഫി ഉയർത്തിയതുവരെയുള്ള നിമിഷങ്ങൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണെന്ന് പറഞ്ഞ അദ്ദേഹം ഒരുമയുള്ള ടീമിനെ സൃഷ്ടിക്കാൻ തന്നെ സഹായിച്ച സഹതാരങ്ങൾക്കും പരിശീലകർക്കും കുടുംബത്തിനും ആരാധകർക്കും കണ്ണീരോടെ നന്ദി പറഞ്ഞു. എന്നാൽ ഇതിനെല്ലാം ശേഷം ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. അടുത്തിടെ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ വാനോളം പുകഴ്ത്തിയ സർഫറാസ് ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ടീമെന്നാണ്. ഇന്ന് ഇന്ത്യ കളിക്കുന്ന ക്രിക്കറ്റിന്റെ അമാനുഷിക നിലവാരം കണ്ടാൽ ആരും വിസ്മയിച്ചു പോകുമെന്നും തന്റെ കരിയറിൽ ഒട്ടനവധി വമ്പൻ ടീമുകളെ നേരിട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ കളിക്കുന്നതായിരുന്നു ഏറ്റവും കഠിനമായ വെല്ലുവിളിയെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇന്ത്യ പാക് പോരാട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളുടെ ആത്മവിശ്വാസം മറ്റൊരു ഗ്രഹത്തിലാണ്. ഏതു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും കളിയുടെ ഗതി ഒറ്റ നിമിഷം കൊണ്ട് മാറ്റാൻ കെൽപ്പുള്ള ഇന്ത്യയുടെ വീര്യത്തിനു മുന്നിൽ തന്റെ ക്യാപ്റ്റൻസി തന്ത്രങ്ങൾ പലപ്പോഴും ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു പാക് നായകൻ ലോകത്തിനു മുന്നിൽ തുറന്നു സമ്മതിക്കുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ബാറ്റിംഗ്, ബൌളിംഗ്, ഫീൽഡിംഗ് തുടങ്ങി സമസ്ത മേഖലകളിലും ഇന്ത്യ ഇന്ന് അജേയരാണെന്നും ലോകത്തെ വമ്പൻ ടീമുകൾ പോലും ഇന്ത്യക്കെതിരെ ഇറങ്ങും മുൻപ് മണിക്കൂറുകൾ നീണ്ട തന്ത്രങ്ങൾ മെരിയേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ICC ടൂർണമെന്റുകളിലല്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി പരമ്പരകൾ ഇല്ലാതെ പോയതിൽ തനിക്ക് അതിയായ ദുഃഖമുണ്ടെന്നും അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ അത് ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും വലിയ വിരുന്നാകുമായിരുന്നുവെന്നും കളിക്കാർക്ക് പരസ്പരം മാറ്റുരയ്ക്കാൻ അവസരം ലഭിക്കുമായിരുന്നുവെന്നും സർഫറാസ് പറയുന്നു. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ജീവിക്കുന്ന ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോണി, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവർക്ക് അദ്ദേഹം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി രേഖപ്പെടുത്തി. ഈ മഹാന്മാരുടെ കളി അടുത്തുനിന്ന് നോക്കിക്കണ്ടാണ് തന്റെ ക്യാപ്റ്റൻസിയും ബാറ്റിംഗും വിക്കറ്റ് കീപ്പിംഗും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ മെച്ചപ്പെടുത്തിയതെന്ന് അദ്ദേഹം യാതൊരു ഈഗോയുമില്ലാതെ വെളിപ്പെടുത്തി. കുട്ടിക്കാലം മുതൽ ഇന്ത്യൻ ടീമിന്റെ അതിശയിപ്പിക്കുന്ന ഒത്തൊരുമ കണ്ട് താൻ അവരുടെ വലിയൊരു ആരാധകനായി മാറിയിരുന്നുവെന്നും അപാരമായ സന്തുലിതാവസ്ഥയും സമാനതകളില്ലാത്ത ആത്മവിശ്വാസവുമാണ് ഇന്ത്യൻ ടീമിനെ ഇന്ന് ലോക ക്രിക്കറ്റിലെ അനിഷേധ്യ രാജാക്കന്മാരാക്കി മാറ്റിയതെന്നും പറഞ്ഞുകൊണ്ടാണ് സർഫറാസ് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. കളിക്കളത്തിൽ ഇന്ത്യയുടെ ബദ്ധശത്രുവായിരുന്ന ഒരു പാക് ഇതിഹാസം വിരമിക്കൽ വേളയിൽ ഇന്ത്യൻ ടീമിനും ഇതിഹാസങ്ങൾക്കും നൽകിയ ഈ രാജകീയ സല്യൂട്ട് ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ തന്നെ അടയാളപ്പെടുത്തപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.